എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു PSC പരീക്ഷ എഴുതുന്ന സമയത്ത് എക്സാം ഹാളിൽ നിന്ന് തന്നെ പരീക്ഷയെക്കുറിച്ചുള്ളൊരു അവലോകനം അല്ലെങ്കിൽ ഇവാലുവേഷൻ നടത്താൻ പറ്റുമോ എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം കട്ട് ഓഫ് തീരുമാനിക്കുന്നത് നമ്മുടെ എക്സാം ഹാളിലെ അറ്റംപ്റ്റ് എത്ര എണ്ണമാണെന്ന് ആ സമയത്ത് തീരുമാനിക്കുന്നതൊക്കെ ആ സമയത്ത് നമ്മുടെ വേവലാതിയോ അല്ലെങ്കിൽ തീരുമാനമോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ എക്സാം ഹാളിൽ നിന്ന് തന്നെ പരീക്ഷയെ വിലയിരുത്താൻ പറ്റുമോ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടീഷനുണ്ട്. ഈ പറയുന്ന വിലയിരുത്താൻ പറ്റണമെങ്കിൽ നമുക്ക് പാലിക്കേണ്ട കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, നല്ലോണം പ്രിപ്പയർ ചെയ്യണം. നല്ല പ്രിപ്പറേഷൻ, വളരെ സ്റ്റഡി ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരിക്കണം. നല്ല ക്ലാരിറ്റി കോൺസെപ്റ്റ്സിലുണ്ടാവണം. സിലബസ് നോക്കി പഠിക്കണം. അതായത് ഏതെങ്കിലും ഒരു ഗൈഡോ അല്ലെങ്കിൽ ഇപ്പോൾ ഹിസ്റ്ററി അല്ലെങ്കിൽ ജോഗ്രഫി, ഇപ്പോൾ 5 മാർക്കാണ് ഹിസ്റ്ററി എന്ന് വരുന്നത്, ഹിസ്റ്ററി മുഴുവൻ അറിയാമെന്ന് പറഞ്ഞിട്ട് ആ പരീക്ഷയ്ക്ക് ഒരു വ്യത്യാസം വരുത്താനില്ല. അതുകൊണ്ട് ഈക്വലായിട്ട് ഇക്വിലിബ്രിയത്തിൽ പഠിച്ചിട്ട് എല്ലാ സബ്ജക്ട്സിനും ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കിയ ആളാണെങ്കിൽ സിലബസ് നോക്കി എല്ലാ സെക്ഷനും ഒന്നും ഒമിറ്റ് ചെയ്യാതെ, അതായത് വെയിറ്റേജ് ഉള്ള മാർക്കുകളിലുള്ള ടോപ്പിക്സ് മെജോറിറ്റിയും പഠിച്ച് ഒരു സീരിയസ് ആയിട്ടുള്ള ആസ്പിരൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ ടൈപ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻ ടൈപ്സ് എന്തൊക്കെയാണ് വരുന്നത്, അപ്പോൾ പുതിയ അപ്ഡേഷൻസ് നമുക്കറിയാം ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, അങ്ങനെ അറിയുന്ന ആൾ. അതുപോലെ തന്നെ കറണ്ട് അഫെയർസ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വർഷത്തെ കറണ്ട് അഫെയർസ് എങ്കിലും കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത ഒരാൾ. ഇത്രയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതായത് പ്രിപ്പറേഷൻ സൈഡിൽ ഒരു ലൂപ്പ് ഹോളും ഇല്ലാത്ത ആളാണെങ്കിൽ നമുക്ക് ആ ദിവസം ആ പരീക്ഷ എഴുതുന്ന സമയത്ത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കട്ട് ഓഫ് കുറയാനുള്ള സാധ്യത ഇന്ന് നമ്മൾ മനസ്സിലാവും. ഇത്രയും പഠിച്ച ഒരാളുടെ കാര്യമാണ് പറയുന്നത്. ഇത്രയും നന്നായി പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് മനസ്സിലാവേണ്ടത് എന്താണ്, അറിയാവുന്ന ഉത്തരങ്ങൾ വളരെ കുറവ് ആണ് തോന്നുന്നു വിചാരിച്ചോ. അതായത് ആ സമയം എഴുതുന്ന സമയത്ത് കേൾക്കാത്ത ചോദ്യങ്ങൾ അല്ലെങ്കിൽ കേൾക്കാത്ത വിഷയങ്ങൾ കൂടുതലാകുക, അല്ലെങ്കിൽ അറിയാവുന്ന ഉത്തരങ്ങൾ ഇപ്പോൾ 100 എണ്ണത്തിലാകെ 35 എണ്ണം മാത്രമേ കൃത്യമായി ഉത്തരങ്ങൾ അറിയാവുള്ളൂ. അപ്പോൾ ആ പരീക്ഷ നന്നായി പഠിച്ച ഒരാളെ സംബന്ധിച്ച് ആ സമയത്ത് എന്ത് മനസ്സിലാവും, ആ ഹാളിൽ എന്ത് തരം വിചാരമാണ് വേണ്ടത്. ചിലപ്പോൾ കട്ട് ഓഫ് കുറയാനാണ് സാധ്യത. കാരണം ഇത്രയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടും മോക്ക് ടെസ്റ്റ് എഴുതിയിട്ടും മറ്റ് എന്താ പറയുക ക്വസ്റ്റ്യൻ ടൈപ്സൊക്കെ നോക്കിയിട്ടും ഈ പറയുന്ന 35 അല്ലെങ്കിൽ അതിൽ താഴെയോ ആണ് എനിക്ക് കൃത്യമായി ഉത്തരം അറിയാവുന്നത് എന്ന്. അങ്ങനെയാണെങ്കിൽ ആ പരീക്ഷ വിഷമമുള്ളതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം റീസെൻ്റ് അല്ലാത്ത കറണ്ട് അഫെയർസ്, 4 വർഷം മുമ്പുള്ള കറണ്ട് അഫെയർസ് ചോദിക്കുക, വിഷയങ്ങൾ ചിലത് തീരെ അറിയാത്തത്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പഠിക്കുന്ന ഒരു വർഷം ഇപ്പോൾ പഠിക്കുന്ന അല്ലെങ്കിൽ 6 മാസം പഠിക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ ഏകദേശം എല്ലാ ടോപ്പിക്സിനെ കുറിച്ച് ഒരു ഐഡിയ കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. കേൾക്കാത്ത വിഷയങ്ങൾ, അതുപോലെ അറിയാവുന്ന ഉത്തരങ്ങളുടെ എണ്ണം വളരെ കുറവ്. അങ്ങനെയാണെങ്കിൽ ആ എക്സാം ഹാളിൽ നിന്ന് നമുക്ക് തീരുമാനിക്കാം കട്ട് ഓഫ് കുറയും. അപ്പോൾ എന്താണ്, അറ്റംപ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്കറിയാത്ത ചോദ്യങ്ങൾ ഏത് സമയത്തും അറിയാത്ത ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് ശരിക്കും റിസ്ക്കാണ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അത് കൂടുതൽ റിസ്കി ആവും എപ്പോൾ നമുക്ക് തീരെ അറിയാതെ ആണെങ്കിൽ. അപ്പോൾ അറിയാവുന്ന ചോദ്യങ്ങൾക്ക് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുക തന്നെ വേണം. അപ്പോൾ ബാക്കി 35 അറിയോ 65 അറിയില്ല എന്നാണെങ്കിൽ നമ്മൾ അത് അറ്റൻഡ് ചെയ്യുന്നത് വഴി നമ്മുടെ ചാൻസ് ഇല്ലാതാക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ളത് ഓരോരുത്തരും അവരവർ തന്നെ ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ കൂടാൻ സാധ്യത, അപ്പോൾ ഇത്രയും നന്നായി പഠിച്ച ഒരാൾക്ക്, ഒരു ആവറേജിന് മുകളിൽ പഠിച്ച ഒരാൾക്ക് മെജോറിറ്റി ഉത്തരങ്ങൾ അറിയാം എന്ന് നമുക്ക് തോന്നുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് 80 എണ്ണം എനിക്കറിയാം എന്ന് വിചാരിച്ചു. ഇപ്പോൾ 100 എണ്ണത്തിൽ 80 എണ്ണം ഓൾറെഡി അറിയാം, 70 എണ്ണം ഓൾറെഡി അറിയാവുന്നതാണ്. ഇപ്പോൾ റിപ്പീറ്റഡായി ചോദ്യങ്ങളുണ്ട്. അപ്പോൾ റിപ്പീറ്റഡായിട്ടുള്ള ചോദ്യങ്ങൾ ഫെമിലിയർ ക്വസ്റ്റ്യൻസ്, നമ്മൾ പഠിച്ച കറണ്ട് അഫെയർസ് തന്നെ. അപ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മളെപ്പോലെ അതായത് ആവറേജിന് മുകളിൽ പഠിച്ച കുട്ടികൾക്ക് നിർബന്ധമായിട്ടും ഈ പറയുന്ന എല്ലാ കോമൺ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് വരുന്നത് ഈ പറയുന്ന അതിൽ റെയറായിട്ട് ഇത്തിരി ടഫായി ചോദ്യങ്ങളും കൂടെ കൃത്യമായി അറിയെങ്കിൽ നമുക്കൊരു എഡ്ജുണ്ട്. അല്ലാത്ത പക്ഷവും എന്താണ്, പിന്നെ കറക്കി കുത്തുമ്പോഴോ അല്ലെങ്കിൽ ഗസ് ചെയ്യുമ്പോഴോ ശ്രദ്ധിക്കണം. കാരണം 70 എണ്ണം ഓൾറെഡി അറിയാവുന്ന ഒരു പരീക്ഷയ്ക്ക് മാക്സിമം മാർക്ക് കൂട്ടാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ നെഗറ്റീവ് വാങ്ങി പുറകോട്ട് പോയാൽ ഉറപ്പായിട്ടും ആ പരീക്ഷയിൽ കയറാനുള്ള സാധ്യത കുറയും. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ ആ പരീക്ഷ ഹാളിൽ എത്ര അറ്റൻഡ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ആ ഒരു തീരുമാനത്തെ ബാധിക്കുന്ന കാര്യമാണ്. എപ്പോഴും ഇതിൻ്റെ പ്രീ റിക്വസിറ്റ് എന്ന് പറയുന്നത്, ഇത് പ്രയർ കണ്ടീഷൻ എന്ന് പറയുന്നത് നന്നായിട്ട് പഠിച്ചിട്ട് പോകുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ അന്ന് എക്സാം അല്ലെങ്കിൽ ആ എക്സാമിനെ കുറിച്ച് തന്നെ കൃത്യമായിട്ട് ഈ എക്സാമിന് കട്ട് ഓഫ് കുറയാൻ സാധ്യതയുണ്ട്. കാരണം ചോദിച്ച ചോദ്യങ്ങൾ മുഴുവൻ ടഫായിരുന്നു, ഞാൻ പഠിച്ചിട്ടും ടഫായിരുന്നു എന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ മറ്റൊരാളോട് ചോദിക്കേണ്ടി വരും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത്. പഠിക്കാതെ പോയാലുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെയാണ്. പഠിക്കാതെ പോയി കഴിഞ്ഞാൽ ചില സെക്ഷൻ നമുക്കറിയാമായിരിക്കും, നമ്മൾ മുമ്പേ ചെയ്തതായിരിക്കും,
മറ്റ് ചില സെക്ഷൻസ് സ്കിപ്പ് ചെയ്തിട്ടൊക്കെ പോയവർക്ക് ഈ കോമ്പറ്റീഷനിൽ, പ്രത്യേകിച്ച് ഇത്ര സ്ട്രെനോസ് ആയിട്ടുള്ളൊരു കോമ്പറ്റീഷനിൽ സ്ഥാനം കുറവാണ്. അപ്പോൾ ഈ ഫിൽറ്ററിങ് ഔട്ട് എന്ന് പറയുന്ന പ്രോസസ്സാണല്ലോ പൊതുവേ പ്രിലിമിനറി പരീക്ഷകളും അതുപോലെ തന്നെ മറ്റ് പരീക്ഷകളും. അപ്പോൾ അതിൽ നിന്ന് ഈസി ആയിട്ട് നമ്മൾ കോമ്പറ്റീഷനിൽ ഔട്ടായി പോകുന്നൊരവസ്ഥ പഠിക്കാതെ പോയവർക്ക് പൊതുവേ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ആ എക്സാം ഹാളിൽ എന്താ നടക്കുന്നതെന്ന് അവർക്ക് പുറത്തിറങ്ങിയാൽ മാത്രമേ മനസ്സിലാവൂ. മറ്റ് നല്ല ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ നന്നായി പഠിച്ച ഉദ്യോഗാർത്ഥികളോട് ചോദിച്ചാൽ മാത്രമേ ഈ പറയുന്ന പരീക്ഷ ടഫായിരുന്നോ, നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാവുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് തന്നെ ഹാളിൽ നിന്ന് മനസ്സിലാവും, ഇത്രയും പഠിച്ചിട്ടും എണ്ണം കുറവായിരുന്നു, അപ്പോൾ കട്ട് ഓഫ് കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സെൽഫ് ഇവാലുവേഷനിലേക്ക് എല്ലാവരും വന്നു കഴിഞ്ഞാൽ തന്നെ കുറേ കാര്യങ്ങളിൽ ഇപ്പോൾ അറ്റംപ്റ്റൊക്കെ നെഗറ്റീവ് മാർക്ക് വാങ്ങുന്നതിന് വളരെയധികം കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമാണെന്ന് വിചാരിക്കുന്നു. ബൈ, ടേക്ക് കെയർ. പിന്നൊരു വീഡിയോ ആയിട്ട് കാണാം.